നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ ഏറ്റവും പുതിയ നിരീക്ഷണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണ്. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച കോടതി ഇത് പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നുവെന്നും അതിനാൽ തന്നെ ഇത് ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരികയില്ല എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ കൃത്യമായ ഈ ഒരു കോടതി നിരീക്ഷണം നിലനിൽക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ 18 ദിവസം സബ് ജയിലിൽ അടച്ചത്? ഇവിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനും കേരള പോലീസിനും വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ആരുടെയൊക്കെയോ തിരക്കഥ അനുസരിച്ചുള്ള കള്ളപ്പരാതികളും കള്ളമൊഴികളും ഒക്കെയാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകുവാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാൻ പോലീസിനെ ഉപയോഗിക്കുകയാണോ? മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇതിന് മറുപടി പറയേണ്ടതുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയർന്നത്. സത്യം പുറത്തു വരുമ്പോൾ തകർന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി മാത്രമല്ല, മറിച്ച് ഒരു ജനപ്രതിനിധിയെ വേട്ടയാടുവാൻ ശ്രമിച്ചവരുടെ ഗൂഢാലോചന കൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പീഡന കേസുകളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ കേരള രാഷ്ട്രീയത്തിന് വലിയൊരു പാഠമാണ്. ഈ കേസിൽ കോടതിയുടെ നിഗമനങ്ങൾ പുറത്തു വരുമ്പോൾ തകർന്നത് ചിലർ കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ്. വിവാഹിതയായ ഒരു യുവതി മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി തെറ്റല്ല എന്നിരിക്കെ ഇതിനെ പീഡന കേസാക്കി മാറ്റുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഗർഭചിത്രം നടന്നത് യുവതിയുടെ ആവശ്യപ്രകാരമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും കോടതിക്ക് ബോധ്യപ്പെട്ടു. ഡിജിറ്റൽ യുഗത്തിൽ ഇത്തരത്തിലുള്ള ഫോഴ്സ്ഡ് അലിഗേഷനുകൾ ധാരാളമായി വരുന്നുണ്ട്. വെറുമൊരു മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരാളെ ഉടൻ പ്രതിയാക്കുന്ന രീതി മാറണം. കോഗ്നിസൻസ് എടുക്കുവാൻ മതിയായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാവൂ എന്നാണ് DGP പോലീസിന് കർശന സർക്കുലർ നൽകണമെന്ന റിട്ടയർഡ് SP ജോർജ് ജോസഫ് ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം പരാതികൾ DGയിൽ രേഖപ്പെടുത്തി പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമേ നടപടിയെടുക്കാവൂന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുന്നുണ്ട്. എന്തിനായിരുന്നു രാഹുലിനെ 18 ദിവസം സബ് ജയിലിൽ പാർപ്പിച്ചതെന്ന് ആഭ്യന്തര വകുപ്പ് ഉത്തരം പറയേണ്ടതുണ്ട്. ഇവിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തെറ്റ് പറ്റിയത്. ഒരു പരാതി കിട്ടിയാൽ ഉടൻ വസ്തുതകൾ അന്വേഷിക്കാതെ സ്വന്തം യുവ നേതാവിനെ പുറത്താക്കുന്ന രീതി രാഷ്ട്രീയ മര്യാദയല്ല. CPM പോലുള്ള പാർട്ടികൾ ഇത്തരം ഘട്ടങ്ങളിൽ ഇന്റേണലായി അന്വേഷണം നടത്തിയ ശേഷമേ നടപടികളിലേക്ക് കടക്കാറുള്ളൂ. രാഹുലിനെ ബലിയാടാക്കിയ കോൺഗ്രസ് നേതൃത്വം നാളെ തന്നെ അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം നൽകി പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇല്ലെന്നുണ്ടെങ്കിൽ വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് നടന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം നേതൃത്വത്തിനായിരിക്കും. മുഖ്യമന്ത്രിക്കോ KPCCക്കോ ലഭിക്കുന്ന വ്യാജമായ ഇലക്ട്രോണിക് പരാതികളുടെ ഉറവിടം എവിടെയാണ്? രാഷ്ട്രീയ രംഗത്ത് ഉന്നത സ്ഥാനത്തെത്തേണ്ട ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മലീഷ്യസ് പ്രോസിക്യൂഷൻ നടപടി ഉണ്ടാകണം. സത്യം എപ്പോഴും ജയിക്കും എന്നതിന്റെ തെളിവാണ് ഈ കോടതി വിധി. നീതി വൈകിക്കുന്നത് നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ പീഡന കേസുകൾ വെറും നിയമയുദ്ധം മാത്രമല്ല, അത് വളർന്നു വരുന്ന ഒരു യുവ നേതാവിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ നടത്തിയ വലിയൊരു ഗൂഢാലോചന കൂടിയാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം ബലാത്സംഗമല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം രാഹുലിന്റെ നിരപരാധിത്വത്തിന് അടിവരയിടുകയാണ്. കള്ളപ്പരാതികൾ നൽകി വേട്ടയാടാൻ ശ്രമിച്ചവർക്ക് കോടതി നൽകിയ ശക്തമായ തിരിച്ചടി കൂടിയാണിത്. ഒരാളെ രാഷ്ട്രീയമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ അധികാരം ദുരുപയോഗം ചെയ്തും വ്യക്തിഹത്യ നടത്തിയും തകർക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. സത്യം ജയിച്ചു. ഇനിയെങ്കിലും രാഹുലിന് അർഹമായ അംഗീകാരം നൽകുവാൻ പാർട്ടി തയ്യാറാകണമെന്നാണ് അണികളുടെ മുറവിളി.